രണ്ട് പ്രണയശലഭങ്ങളെ പോലെ രാജുവിന്റെ കൈയും പിടിച്ച് ഈ ലോകം മുഴുവനും പറന്നു നടക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നെ. നീ പറയുന്നതൊക്കെ രാജുവിനും കൂടി തോന്നണ്ടേ? അതിനൊരു വഴി പറഞ്ഞു തരാനാ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. മോളെ രമ്യേ, നിന്റെ മുന്നിൽ ഇപ്പൊ തടസ്സമായിട്ട് നിൽക്കുന്നതേ അവളാ, ആ ഋതിക. ആ കടമ്പ നീയൊന്ന് കടന്നാ പിന്നെ രാജു നിന്റെ മാത്രമാ. അത് ശരിയാ, അവളെ ഒതുക്കണം. അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? വേഗം പറ. എപ്പോഴും ഋതികയുടെ കൂടെ നടക്കുന്നത് കൊണ്ടും കാണാൻ സുന്ദരിയായതുകൊണ്ടും രാജുവിന് ഋതികയെ വലിയ കാര്യമായിരിക്കല്ലോ. അപ്പോ രാജുവിന്റെ ശ്രദ്ധ മുഴുവനായി നിന്നിലേക്ക് തന്നെ കൊണ്ടുവരണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ നിന്റെ ഈ നാടൻ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കണം. നീ നിന്റെ ഈ ഗ്രാമീണ സൗന്ദര്യ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കേ. ഒന്നാമതേ നീ ഭയങ്കര സുന്ദരിയാ. ഇത്തിരി മോഡേണും കൂടി ആയാൽ രാജു നിന്റെ മുന്നിൽ മൂക്കും കുത്തി വീഴും. ശരിക്കും ആണോ? പിന്നല്ലേ. എങ്കിൽ ഇനി മോഡേൺ ആയിട്ട് തന്നെ കാര്യം. രമ്യ മോഡേൺ ആകുന്നു, ഋതികയെ സൈഡാക്കുന്നു. രാജുവിന്റെ മനസ്സിൽ പിന്നെ രമ്യ മാത്രം. ആ എങ്കിൽ ശരി, എനിക്കുടനെ പോണം. നിങ്ങൾ വരുന്നുണ്ടോ? എവിടേക്ക്? ഷോപ്പിങ്ങിന് പോണ്ടേ? അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങണം. നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഒരു കലക്കം പർച്ചേസ് അങ്ങ് നടത്തണം. ഈ രമ്യ ആരാണെന്ന് ആ മന്ത്രിയുടെ മകൾക്ക് കാണിച്ചു കൊടുക്കണം. അവള് മന്ത്രിയുടെ മകളാണെങ്കിലേ ഞാൻ രാജാവിന്റെ മകളാ. അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞിരുന്നല്ലോ. താൻ അതൊന്നും കാര്യമാക്കണ്ട. ഇത് രാഷ്ട്രീയമല്ലേ. പിന്നിൽ നിന്നുള്ള പാരപണിയിലുകൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അപ്പോ നമുക്ക് വറിയിടാവേണ്ട കാര്യം ഒന്നും ഉണ്ടാവില്ല. ആ, താൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. CM-നോട് ഞാൻ സംസാരിച്ചോളാം. ശരി സർ, ഇത് എക്സ്പെൻസ് ഫയലാണ്. സാറൊന്ന് സൈൻ ചെയ്ത് തന്നാല് എനിക്കിത് ഓഡിറ്റിങ്ങിന് അയക്കായിരുന്നു. ദീപക് ഓഡിറ്ററുമായി വന്നതും നിന്നെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചതും നിന്റെ മനസ്സിൽ തട്ടിയും തോന്നുന്നല്ലോ. ഹേയ് ഇല്ല സർ. രാജു, കളങ്കമില്ലാത്ത മനസ്സാണ് നിന്റേത്. എനിക്കത് നന്നായി അറിയാം. ദീപക് അവനൊരു കഥയില്ലാത്ത ചക്കനാ. അവൻ ഇതൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അന്ന് നടന്നത് അവന്റെ വിവരമില്ലായ്മയെ നീ കണ്ടാ മതി. നടന്നതൊക്കെ നീ മറന്നവളഞ്ഞേക്ക്. അവൻ ഇനിയും എന്റെ പ്രീതി പിടിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. സർ, ഞാൻ സാറിന്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്കിടയിലെ വിശ്വാസ്യത കളങ്കപ്പെടാതിരിക്കാന്. സാറിനും എനിക്കിടയിലുണ്ടായ ആത്മബന്ധം അതെന്റെ അഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. വർമ്മ സാറിന് എന്നോടുള്ള വിശ്വാസത്തിന്റെ കണ്ണിക്ക് ഞാൻ കാരണം ഒരു ചെറിയ അകൽച്ചയെങ്കിലും ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുന്ന ദിവസമായിരിക്കും എന്റെ അവസാന വർക്കിംഗ് ഡേ. എന്താ രാജു നീ പറയുന്നേ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്നും നീ എന്റെ ഒപ്പം ഉണ്ടാവണം. അതാണ് എന്റെ ഏറ്റവും വലിയ ബലം. രാജു എന്നും എന്റെ വിശ്വസ്തനായിരിക്കും. അതാണ് എന്റെ ആഗ്രഹം. ഹലോ ഹലോ. വർമ്മയെ താൻ മന്ത്രിയൊക്കെ തന്നെ സമ്മതിച്ചു. ഒരുപാട് തിരക്കും കാണും. പക്ഷെ ഒരു അച്ഛനാണെന്ന കാര്യം താൻ മറക്കരുത്. എന്താ? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? ഋതുമോൾക്കും അശ്വിനും എൻഗേജ്മെന്റ് റിംഗ് വാങ്ങണ്ടേ? എന്താ സാറിന്റെ ഒരു ഗൗരവം? ഞാൻ തന്നോട് ഈ കാര്യം പറയാൻ തന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. പക്ഷെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. എന്തായാലും ഞാനും ശ്രീകല ഇവിടെ നിന്ന് ഇറങ്ങുക. താൻ ഋതുമോളെയും കൂട്ടി ഷോപ്പിംഗ് മോളിലേക്ക് വാ. അല്ല, ഞാൻ തന്നെ വരണോ?
ഒരു കാര്യം ചെയ്യാം, ഞാൻ ശേഖരനെ യാമിനിയും കൂട്ടി അവളെ അയക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. താൻ തന്നെ വരണം, വന്നേ പറ്റൂ. മനസ്സിലായല്ലോ? താൻ അച്ഛനായി കഴിഞ്ഞാണ് മന്ത്രിയായത്, കേട്ടല്ലോ? ശരി ശരി, ഞാൻ വരാം. രാജു സർ. ഇന്നത്തെ എന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ, ഇന്ന് വൈകിട്ട് 4 മണിവരെ ഒഴിവാക്കാനാവാത്ത പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ രാജു? എന്താ സർ, എന്തു പറ്റി? എൻഗേജ്മെന്റിനുള്ള റിങ് വാങ്ങാൻ ഞാനും എത്തണമെന്ന് പരമ വാശി പിടിക്കുന്നു. വരാമെന്ന് ഞാനും വാക്കുകൊടുത്തു പോയി. ആ, അത് നന്നായി സർ. 4 മണിവരെ ഒഴിവാക്കാനാവാത്ത ഒരു പ്രോഗ്രാമും ഇല്ല. സാറിന് ധൈര്യമായിട്ട് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. അല്ല, തിരക്കൊന്നുമില്ലെങ്കിൽ നീയും കൂടെ പോരും. ആ, ശരി സാർ. ആ, ശ്രീകലയും പരമേശ്വരനും വിളിച്ചിരുന്നു. അവര് ഷോപ്പിങ്ങിന് പുറപ്പെടാൻ തുടങ്ങുകയാണെന്ന്. അതിനെന്താ പ്രതാപ, ഷോപ്പിങ്ങിന് ഞങ്ങൾ റെഡിയാണല്ലോ. എന്നാ ഞാനും വരുന്നുണ്ട് ഷോപ്പിങ്ങിന്. എത്ര സന്തോഷമുള്ള കാര്യം നീ പറയുന്നേ. നീയും കൂടി ഷോപ്പിങ്ങിന് വരണോന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നീ എന്ത് പറയുമെന്ന് ഓർത്തിട്ടാ ഞാൻ നിന്നോട് ചോദിക്കാതിരുന്നത്. എന്തായാലും നന്നായി പ്രതാപ. നിനക്ക് ഋതുമോളുടെ എത്രയൊക്കെ ദേഷ്യം ഉണ്ടായാലും അവള് നിന്റെ മകളാ. അവളുടെ വിവാഹ നിശ്ചയത്തിന് നടക്കാൻ പോകുന്ന ഷോപ്പിങ്ങിൽ നീയും ഉണ്ടാവണം. അതാ അതിന്റെ ഒരു ശരി. അവളോട് കുറച്ചു ദിവസങ്ങളായി നിനക്ക് അനുകമ്പ കൂടിക്കൂടി വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. ഋതുമോളോട് നീ കൂടുതൽ അടുക്കണം. നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ ഇല്ലാതാവുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാ ഞാനും ഇത്രയും നാള് കാത്തിരുന്നത്. ഋതുമോൾക്ക് എന്തായാലും സന്തോഷാവും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് അവളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. എന്തിനാ പ്രതാപ അവളുടെ കാര്യത്തിൽ നിനക്ക് ഇത്രയും വാശി? ഇനി എത്ര ദിവസം അവളോട് കാണും? നിനക്ക് അല്പ സ്നേഹത്തോട് പെരുമാറിയാൽ എന്താ? ചേച്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആ രാജു, ഷോപ്പിങ്ങിന് പോകാൻ എല്ലാവരോടും റെഡിയാവാൻ പറയും. ശരി സാർ. രാജു, എന്താ ചേച്ചി? ഇവിടെ നടക്കാൻ പോകുന്നത് ബർത്ത്ഡേ ഫംഗ്ഷനാന്നാ കരുതിയിരിക്കുന്ന ഋതു. ഇനിയും അവളോട് സത്യം മറച്ചു വെക്കണോ രാജു? ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല, വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നെന്ന് ഞാൻ അവളോട് പറയട്ടെ? വേണ്ട ചേച്ചി. ചേച്ചി ഇപ്പൊ അതൊക്കെ ഋതിക മാഡത്തിനോട് തുറന്നു പറഞ്ഞ ഋതിക മാഡം വലിയ വിഷമത്തിലാവും. സപ്ലിമെന്ററി എക്സാമിന് വേണ്ടിയുള്ള ഋതിക മാഡത്തിന്റെ ശ്രദ്ധയെ അത് ബാധിക്കും. എക്സാമിന് ജയിച്ചാലല്ലേ അശ്വിനുമായിട്ടുള്ള കല്യാണം നടക്കൂ. ഋതുമോളുടെ അവസ്ഥയോർത്തിട്ടുള്ള വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത് രാജു. നമ്മളെല്ലാവരും സത്യം മറച്ചു വെച്ച് പാവം ആ കുട്ടിയെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിനുള്ളിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് അവളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ ആവുന്നില്ല രാജു. നാളെ എല്ലാം അറിയുമ്പോ അവൾ എന്നോട് ചോദിക്കില്ലേ, ചെറിയമ്മയും എല്ലാം മറച്ചു വെച്ചോണ്ട് അവളെ പറ്റിച്ചില്ലേന്ന്? ശരി ചേച്ചി, എനിക്ക് ചേച്ചിയുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എല്ലാം ഋതിക മാഡത്തിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നിന്ന് ഋതിക മാഡം രക്ഷപ്പെടണമെന്ന് ചേച്ചിയല്ലേ ഇടയ്ക്കിടെ പറയാറ്. അങ്ങനെ ഋതിക മാഡം രക്ഷപ്പെടണമെങ്കിൽ തൽക്കാലം നിശ്ചയത്തെക്കുറിച്ച് നമ്മൾ ആരും ഋതിക മാഡത്തോട് പറയരുത്. നീ പറഞ്ഞത് ശരിയാ രാജു. ഇനിയിപ്പം ഋതുമോൾ ഇതെല്ലാം അറിഞ്ഞാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. പാവം ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ശരി രാജു,
ശരി ചേച്ചി. അമ്മേ, അല്ല അമ്മേ, നമ്മളും ഷോപ്പിങ്ങിന് പോയി അമ്മയ്ക്ക് ആവശ്യത്തിന് സാരികളും എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സും വാങ്ങി ഷോപ്പിംഗ് എൻജോയ് ചെയ്യാനാണോ ഉദ്ദേശം? സൽപുത്ര, നീ ഇങ്ങനെ ആവേശപ്പെടാതെ. നിന്റെ അമ്മാവനെ എങ്ങനെ ഷോപ്പിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ. ദിവ്യ, ദിവ്യ, ഇങ്ങ വന്നേ. എന്താ മാഡം? നീ പോയി വേഗം കുറച്ച് സേമിയ പായസം ഉണ്ടാക്ക. ശരി മാഡം. അല്ല, ഇപ്പൊ പായസം എന്തിനാ അമ്മേ? പായസത്തില് വിഷം കലക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ലട മോനെ, പായസത്തിലല്ല. നിന്റെ അമ്മാവന്റെ മനസ്സിലാ ഞാൻ വിഷം കലക്കാൻ പോകുന്നേ. സേമിയ പായസേ നിന്റെ അമ്മാവന് ഭയങ്കര ഇഷ്ടാ. എത്രത്തോളം അവനത് ഇഷ്ടമാണെന്ന് പായസം കാണുമ്പോ അവന്റെ റിയാക്ഷനിൽ നിന്ന് നിനക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായോ നിനക്ക്? മനസ്സിലായി അമ്മേ. അമ്മ ഒരു ജീനിയസാ. മാഡം, ആരാ? ഞാനാ രാജു. താനോ? കയറി വാ രാജു. ആ മാഡം, വേഗം റെഡി ആയിട്ട് വാ. എവിടേക്കാ? ട്യൂഷനാണോ? അല്ല, ഷോപ്പിങ്ങിനാ. ഷോപ്പിങ്ങിനോ? എന്ത് ഷോപ്പിംഗ്? അല്ല, മാഡത്തിന്റെ ബർത്ത്ഡേ ദിവസം ഫംഗ്ഷൻ ഉണ്ടല്ലോ. എന്റെ ബർത്ത്ഡേ ദിവസം വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതല്ല മാഡം, ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് തന്നെയാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് രാജു എന്നെ ഷോപ്പിങ്ങിന് ക്ഷണിക്കാണോ? അയ്യോ, മാഡത്തിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ മാത്രമുള്ള ബാങ്ക് ബാലൻസ് ഒന്നും ഈ പാവൻ രാജുവിനില്ല. വർമ്മ സാറാ മാഡത്തിനെ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞത്. നല്ല തമാശ. അയ്യോ, തമാശയൊന്നും അല്ല മാഡം. മാഡം റെഡിയായി വന്നില്ലെങ്കിൽ പിന്നെ വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് ഞാനായിരിക്കും. സത്യമാണോ രാജു പറയുന്നൊക്കെ? അച്ഛനെന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാന്ന് പറഞ്ഞോ? പറഞ്ഞു മാഡം. അതല്ലേ ഞാൻ മാഡത്തിനോട് റെഡിയാവാൻ പറഞ്ഞോണ്ടിരുന്നേ. ഇനി ഒരു തവണ കൂടി പറയണോ? എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഞാനിത് സ്വപ്നം കാണുവാണോ? അല്ല, സ്വപ്നമല്ല, സത്യമാണ്. രാജു, സത്യമാണോ? വെറുതെ എന്നെ പറ്റിക്കരുത്. മാഡം, വേഗം ഒന്ന് റെഡി ആയിട്ട് വാ. നമുക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എന്നാലും ഇതെങ്ങനെ? എന്റെ ദൈവമേ, നീ എനിക്ക് അത്ഭുതങ്ങൾക്ക് പിറകെ അത്ഭുതങ്ങൾ സമ്മാനിക്കുകയാണോ? രാജു, ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി വരാം. പാവം ഋതിക മാഡം, ഷോപ്പിംഗ് സമയത്ത് നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചെങ്ങാനും മാഡം അറിഞ്ഞ അതോടെ ഈ സന്തോഷമൊക്കെ പോകും. എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതിന് എന്നോട് എങ്ങനെയാവും ഋതിക മാഡം പ്രതികരിക്കുന്ന? ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. സർ, എന്താ ഇത്? പായസം. എന്ത് പായസം? പാൽപായസം. നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്കിപ്പോ പാൽപായസം വേണമെന്ന്? എനിക്കിത് കാണുന്നത് തന്നെ വെറുപ്പാണ്. ഒരു വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാ അവിടെ ഉള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം.
മാഡം മിണ്ടി പോകരുത്. കേറി പോടിയത്. പ്രതാപ, നീ ക്ഷമിക്ക. എന്താ ചേച്ചി ഇത്? വെറുതെ എന്റെ മൂഡ് സ്പോയിൽ ചെയ്യാനായിട്ട്. എന്താ ഇവർക്കൊന്നും ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? ഒന്നിനു പിറകെ ഒന്നായി ഓരോ തവണയും ഞാൻ കുഴിച്ചു മൂടിയ ഓർമ്മകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇപ്പതാ പുതിയ സർവന്റും. ഞാൻ ഇനി എവിടേക്കുമില്ല. മനസ്സ് മടുത്തു. ആരാണ് വെച്ചോ? ഞാനില്ല. സർ, പ്രതാപേട്ട, ഷോപ്പിങ്ങിന് എത്താന്ന് ശ്രീകലേച്ചിയോടും ഹസ്ബൻഡിനോടും പറഞ്ഞിട്ട് ചേച്ചി നിങ്ങൾ റെഡി ആയിരിക്കുക. ഞാൻ കാറിന്റെ കീ എടുത്തിട്ട് വരാം. ശരി രാജു. മോളെ വേ റെഡിയാവാ. വാ. അമ്മയുടെ പ്ലാൻ സൂപ്പർ ആയിരുന്നു. അമ്മ ഇടക്കേറി എല്ലാം കൊളാക്കി. കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ അടുത്തെന്ത് ചെയ്യാൻ പറ്റൂന്ന് ആലോചിക്കുന്നേ. ഷോപ്പിങ്ങിന് പോയി അവിടെ വെച്ച് എങ്ങനെ ഈ എൻഗേജ്മെന്റ് തടയാൻ പറ്റൂന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നേ. അത് ശരിയാണല്ലോ. നീ വാ. ഓ, അപ്പൊ ഇവരാണ് ദിവ്യയെ കൊണ്ട് പായസം ഉണ്ടാക്കിച്ചത്. ഈ അമ്മയ്ക്കും മകനും മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഹരീഷിന്റെ മെസ്സേജ് ആണല്ലോ. ശ്രീ, വേഗം വീടിന്റെ പിന്നിലേക്ക് വാ. ഞാൻ അവിടെ നിൽപ്പുണ്ട്. എല്ലാം നിന്റെ വീട്ടിലറിഞ്ഞ ദിവസം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശ്രീ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന്. അതൊന്നും ശരിയാവില്ല ഹരീഷ്. ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ? നീ തന്നെ പറഞ്ഞതാ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബന്ധത്തിന്റെ അവസാനം എന്താവും ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പേടിയും കിട്ടുന്നില്ല. നിന്നെ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ഹരീഷ്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. എന്താ ഇത്? നീ വിഷമിക്കാതെ. ഞാൻ അച്ഛനെയും അമ്മയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ചേച്ചിയുടെ പ്രണയം അവർ അംഗീകരിച്ചതല്ലേ, നമ്മുടെ പ്രണയവും അവർ അംഗീകരിക്കാതിരിക്കില്ല. നോക്ക്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ. അവന്റെ ഒരു പ്രണയം, കാൽ കാശിന് വകയില്ലാത്ത കുടുംബത്തിലേക്ക് കയറിപ്പോവാൻ തയ്യാറായി ഒരുത്തി നിൽക്കുമ്പോ അതേ കുടുംബത്തിൽ നിന്ന് പെണ്ണുമായി ഇവൻ എന്റെ കുടുംബത്തിലേക്ക് വരണമെന്ന് ഈ രുക്മിണി ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കില്ല. ഇവനെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. രാധേ,
എന്താ ചേച്ചി? എവിടെ നിങ്ങളുടെ മകൾ? ആര്? ശ്രീലക്ഷ്മിയോ? അതെ, അവള് തന്നെ. അവള് ഇവിടെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്ന് എന്റെ മകനോട് കൊഞ്ചിക്കൊഴിയുന്നത് അവളുടെ ആത്മാവാണോ? ദേ, ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പറയുക, നീ നിന്റെ മകളെ നിലയ്ക്ക് നിർത്തിക്കോ. ഇല്ലെങ്കിൽ എന്റെ കൈകൊണ്ടായിരിക്കും അവളുടെ അവസാനം. ചേച്ചി, കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞു തിരുത്തിക്കോളാം. മുറ്റത്ത് നിന്ന് ബഹളം വെക്കരുത്. ആരെങ്കിലും കേട്ട നാണക്കേടാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. എന്റെ മോൻ ശൃംഗരിക്കാൻ ഇങ്ങോട്ട് വന്നതല്ലല്ലോ. നിങ്ങളുടെ മോള് കണ്ണും കലാശവും കാണിച്ച് അങ്ങോട്ട് വന്നതല്ലേ. നാട്ടുകാരെ വിളിച്ചുകൂട്ടി നിങ്ങളുടെ തൊലിയൊരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ചേച്ചി, അങ്ങനെയൊന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തിക്കോ. ഇല്ലെങ്കിൽ അറിയാലോ, ഇവിടത്തെ പൊറുതി മതിയാക്കി ഇറങ്ങേണ്ടി വരും എന്നേക്കുമായിട്ട്. ഇനി അവൾ എന്റെ വീട്ടുമുറ്റത്ത് കാല് കുത്തിയ അവളുടെ കാല് ഞാൻ തല്ലി ഒടിക്കും. രുക്മിണിയാ പറയുന്നത്.